ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ അമ്മമടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈശോ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന പരിശുദ്ധ അമ്മയെ യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ പോലും അറിയാതെ അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം, ആ ആകുലത തിരിച്ചറിഞ്ഞ് ഈശോ പരിശുദ്ധ അമ്മയെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം ലോകത്തോട് കാണിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഇതുപോലെ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ദൈവം കൈമാറിയ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടുകൂടി ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്തതാപൂർവം ചെയ്യുമ്പോഴാണ് ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നത്. ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെടുന്ന മക്കളാണ് ഇന്ന് പലരും ഈ സമൂഹത്തിലുള്ളതെങ്കിലും ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ മനസ്സറിഞ്ഞ്, അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി കളമൊരുക്കുന്ന, സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു മക്കളാണ്. അവരെ എങ്ങനെ പരിപാലിക്കാമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ ദൈവം വലിയ സ്നേഹത്തോടെ നിന്നെ കാണുന്നു എന്ന് ഇതിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. റോമ 14:12 പറഞ്ഞു തരുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. ജെറമ്യ 29:11 പറഞ്ഞു തരുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ സേവിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അടുത്ത് നിന്ന് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും അതിന് തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു ആഗ്രഹം അനുസരിച്ച് തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മാലാഖമാരാൽ മറ്റു പലരാരും മറ്റു പല സാഹചര്യങ്ങളിലൂടെ മറ്റു പല കരങ്ങളിലൂടെ ആ ആവശ്യം നിറവേറ്റി തരുന്ന ഒരു തമ്പുരാൻ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പ്രകടമാകാറുണ്ട്. ഈശോ സ്നേഹം നിറഞ്ഞവർ, ഇതിനാണ് നമ്മുടെ ഹൃദയത്തിലൊരു ഉത്തരവാദിത്തം, ആ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ദൈവം തമ്പുരാൻ ഇതിന് വഴിയൊരുക്കുന്നത്. നമുക്ക് ആ അമ്മ മടിയിലേക്ക് സ്നേഹത്തോടെ നിറയാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.